അത് ഡി കെ ശിവകുമാർ രാവിലെ പറഞ്ഞത് ഇപ്പോൾ ടി വി കാണുമായിരുന്നു. അപ്പോൾ ശിവകുമാർ അത് ബി ജെ പിയോ അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ എതിരാളികളെയോ ആരോപിക്കുന്നില്ല. ഇത് കോൺഗ്രസ് തന്നെ പരസ്പരം ശത്രുക്കളുടെ കൂടാരമായി മാറി. ഇപ്പോ ഡി കെ ശിവകുമാർ ഇത് പറഞ്ഞു കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ നേതാക്കൾക്കെതിരായ ശത്രുസംഹാര പൂജ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത്, അതേ കേരളത്തിന് പുറത്ത് കർണാടകയിലാണ്? അതിന് വരും ദിവസങ്ങൾ അറിയുന്നുണ്ട്. ശിവകുമാർ അത് വ്യക്താക്കണം. ഇപ്പൊ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ മത്സരിച്ച കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി അദ്ദേഹത്തിനെതിരെ ആരോ കൂടോത്രം ചെയ്തു എന്ന നിലയിലുള്ള ഒരു വർത്തമാനമുണ്ട്. ഇപ്പോൾ ശത്രുസംഹാര പൂജ, പിന്നെ കൂടോത്ര പരിപാടികൾ, ഇതെല്ലാം തന്നെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഡി കെ ശിവകുമാറിന്റെ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ശ്രീ കെ സുധാകരനെല്ലാം ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. പരസ്പരം മുൻകരുതലുകൾ എടുത്തോട്ടെ കോൺഗ്രസുകാർ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ സുധാകരൻ സതീശനെയും സതീശൻ സുധാകരനോടുമൊക്കെയുള്ള പെരുമാറ്റം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ശത്രുത എത്രത്തോളമാണ് കോൺഗ്രസിനകത്ത് എന്ന് കാണുന്നത്. എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യം, രാജ്യം വളരെ നിർണായകമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് രാജ്യത്തിന്റെ ഭാവി എന്ത് എന്നതിനെ സംബന്ധിച്ച് ആശങ്കകൾ ഉയരുന്ന സന്ദർഭത്തിലാണ് കോൺഗ്രസിനെ പോലൊരു പാർട്ടി പരസ്പരം ശത്രുസംഹാര പൂജകളും കൂടോത്രവുമായി നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വായിക്കേണ്ട പാഠം എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് ഇങ്ങനെ അധപതിച്ചു പോയല്ലോ, അതോർത്ത് പരിതപിക്കുകയേ വഴിയുള്ളൂ.